കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി MC ഗഫൂർ ഹാജിയുടെ കൊലപാതക കേസാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. 1.5 വർഷം മുൻപാണ് ഗഫൂർ ഹാജിയുടെ ദുരൂഹ മരണം സംഭവിക്കുന്നത്. പിന്നീട് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. കേസുമായി ബന്ധപ്പെട്ട് മന്ത്രവാദിനിയായ യുവതി ഉൾപ്പെടെ 4 പേരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. മന്ത്രവാദത്തിന് നൽകിയ സ്വർണം തിരിച്ചു ചോദിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ കേസിൽ ഷമീമ എന്ന ജിന്നുമ്മ, ഇവരുടെ ഭർത്താവ് ഉൾപ്പെടെ 4 പേരാണ് പോലീസിന്റെ ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായിരിക്കുന്നത്. 2014 ഹണി ട്രാപ്പ് കേസിൽ ഉൾപ്പെട്ട ഷമീമ നിരവധി പേരെ സമാനമായ രീതിയിൽ ഹണി ട്രാപ്പിൽപ്പെടുത്തി സ്വർണം തട്ടിയെടുത്ത് പണം ഉൾപ്പെടെ തട്ടിയെടുത്ത കേസിൽ പ്രതിയാണ്. ഈ ജിന്നുമ്മ എന്ന് പറയുന്ന സ്ത്രീ 596 പവനാണ് അവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത്. അത് അന്വേഷണത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ പറയുമായിരിക്കും. 2 വർഷമായി ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ആളാണ് ജിന്നുമ്മ. ഈ ജിന്നുമ്മ ഇത്രയും സ്വർണം അവിടുന്ന് അപഹരിച്ചു, ഈ കുടുംബവുമായി നല്ല ബന്ധങ്ങളുണ്ടാക്കി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്വർണം നഷ്ടപ്പെട്ടത് ഇവർ ലാവിഷായി ജീവിച്ചു, ഇവരുടെ ആഡംബര ജീവിതം ഇത്തരം ഒരുപാട് ആളുകളെ ചീറ്റ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ കൊലപാതകം എന്ന് ഞങ്ങൾ ഉറച്ചു പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ബേക്കൽ DYSP ഒരുപാട് മികവുറ്റൊരു ഉദ്യോഗസ്ഥനാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ 14 മാസം ഈ ഒരു അന്വേഷണത്തിന് വേണ്ട രീതിയിലുള്ള ഒരു ആളുകളെ കണ്ടെത്താനും അതുപോലെ ഇതിന് കൃത്യമായ രീതിയിലൊരു അന്വേഷണം നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ചോദ്യചിഹ്നമാണ്. എന്ത് വീഴ്ചയാണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? മികവുറ്റൊരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്തോ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അത് 2 മാസം കൊണ്ടാണ് DCRB ഈ ഒരു ആളെ, ഈ ഒരു കൊലപാതകത്തിന്റെ പിന്നിലെ ആസൂത്രിതമായ നീക്കങ്ങളെ കണ്ടെത്തിയെന്ന് പറയുന്നത് അത്ഭുതം തന്നെയാണ്. കുടുംബാംഗങ്ങളിൽ നിന്നും ഗഫൂർ ഹാജി സ്വരൂപിച്ച സ്വർണമാണ് ഈ സംഘം, ജിന്നുമ ഉൾപ്പെടുന്ന സംഘം തട്ടിയെടുത്തത്. തല ചുമരിലിടിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നു. ബൈജു, തുടക്കത്തിൽ തന്നെ ഈ കേസിൽ ചില ദുരൂഹതകൾ ഉണ്ടായിരുന്നു. പിന്നീട് 1.5 വർഷത്തെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന് ശേഷമാണ് മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. ഈ ജിന്നുമ്മയാണ് കേസിലെ പ്രതി. അത് എങ്ങനെയാണ് കൊലപാതകം നടത്തിയത്, എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത്, ഇക്കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിന് വ്യക്തമായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് കഴിഞ്ഞ 1.5 വർഷത്തോളം ഈ കേസിന്റെ അന്വേഷണം നീണ്ടത്? ബൈജു, ടോമെ, ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് 2013 ഏപ്രിൽ 14 നടന്ന ഒരു മരണം, അതായത് സ്വാഭാവിക മരണമെന്ന് കരുതിയ എടുത്തുനിന്നാണ് ഇപ്പോൾ അത് വലിയൊരു കൊലപാതകം, ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകത്തിന്റെ കഥയായി ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ജിന്നുമ്മ എന്ന് പറയുന്ന ഷമീമ വലിയ തോതിൽ തട്ടിപ്പ് നടത്തിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഈ കേസിൽ 600ഓളം പവൻ സ്വർണമാണ് ഇത്തരത്തിൽ തട്ടിയത്. സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞായിരുന്നു ഈ തട്ടിപ്പ്. ആ തട്ടിപ്പിൽ നിന്നും ഇത്തരത്തിൽ തുടക്കത്തിൽ സ്വാഭാവിക മരണമെന്നാണ് കരുതിയത്. അത്രത്തോളം പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൊലപാതകമാണ്. അതിലാണിപ്പോൾ ഇവരുടെ ഭർത്താവും ഇവരുടെ സഹായിയും ഉൾപ്പെടെ, അതായത് 3 സ്ത്രീകളും 1 പുരുഷനും അങ്ങനെ 4 പേർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമൊക്കെ ഉയർന്ന് CBI അന്വേഷണം പോലും ആവശ്യപ്പെട്ട ഒരു കേസിലാണ് 1.5 വർഷത്തിന് ശേഷം പ്രതികൾ പിടിയിലാകുന്നത്. ഈ ഷമീമ എന്ന് പറയുന്നവർ നിരവധി കേസുകളിൽ തട്ടിപ്പ് നടത്തിയ, അതായത് ഒരു ഹണി ട്രാപ്പ് കേസ് 2014 കാസർഗോട്ടെ ഒരു വ്യവസായിയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ ഒരു കേസിൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ്. ഇത്തരത്തിൽ നിധി കണ്ടെത്തി കൊടുക്കാമെന്നും പറഞ്ഞും അതുപോലെ തന്നെ സ്വർണം ഇരട്ടിപ്പിക്കാമെന്നും പറഞ്ഞുമൊക്കെ വലിയ തട്ടിപ്പ് നടത്തിയ ഈ ഷമീമ ഉൾപ്പെടെ ഇപ്പോൾ അകത്തായിരിക്കുന്നു. ഇവർ ആഡംബര വീടൊക്കെ പണിത് വലിയ രീതിയിലുള്ള ജീവിതമായിരുന്നു നയിച്ചു വരുന്നത്. ഇവരെ തുടക്കത്തിൽ തന്നെ ഇവരെ സംശയമുണ്ടായിരുന്നു. നാട്ടുകാർ ഉൾപ്പെടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഈ സംശയമൊക്കെ പ്രകടിപ്പിച്ചെങ്കിലും തെളിവുകൾ വേണ്ട രീതിയിൽ ഉണ്ടായിരുന്നില്ല. അത്രത്തോളം ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കൊലപാതകം, അതിനൊടുവിൽ ഇപ്പോൾ ഇവർ പിടിയിലായിരിക്കുന്നു. എന്തായാലും നമ്മോടൊപ്പം ഈ ആക്ഷൻ കമ്മിറ്റി തുടക്കത്തിൽ തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച, ഈ സംശയം പ്രകടിപ്പിച്ചവർ തന്നെ നമ്മോടൊപ്പം ചേരുന്നു. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്താണ് യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൽ ആദ്യം സംഭവിച്ചത്? ഈ ഷമീമ എന്ന് പറയുന്നത് നിങ്ങൾ തുടക്കത്തിൽ തന്നെ സംശയം ഉന്നയിച്ച് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. എങ്ങനെയാണ് ഇവരിലേക്ക് ഇപ്പോൾ എത്തിയെന്ന് മനസ്സിലാക്കുന്നത്? 2024 ഏപ്രിൽ മാസം 14-ാം തീയതി ഗഫൂർ ഹാജി അദ്ദേഹത്തിന്റെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടക്കത്തിൽ സ്വാഭാവിക മരണം എന്ന് കരുതിയിട്ട് സാധാരണ രീതിയിൽ പൂച്ചക്കാട് ഖബർസ്ഥാനിൽ മറവ് ചെയ്യേണ്ടത്. പിന്നീട് ആണ് കുടുംബാംഗങ്ങളിൽ നിന്നും ഏകദേശം 596 പവൻ സ്വർണം ഇദ്ദേഹം വാങ്ങിയിരുന്നുവെന്നും
ആ സ്വർണം എവിടെ പോയി എന്നുള്ള ചോദ്യം. എന്തിനായിരുന്നു ഈ സ്വർണം ഇവർ പ്രധാനമായും വാങ്ങിയത്? അത് സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന രീതിയിൽ വാഗ്ദാനം. 600 പവൻ സ്വർണത്തിന് 1200 ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞ മന്ത്രവാദത്തിലൂടി ഈ ഷെമീന എന്ന ജിന്നുമ എന്നറിയപ്പെടുന്ന സ്ത്രീ 596ഓളം പവൻ സ്വർണം അദ്ദേഹത്തിൽ നിന്ന് പലതവണയായി സ്വരൂപിച്ച് അങ്ങനെയാണ് കുടുംബാംഗങ്ങൾ. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ തന്നെയായിരുന്നു ഈ സ്വർണം, അതല്ല മറ്റുള്ളവർ? അവർ അടുത്ത കുടുംബാംഗങ്ങളിൽ നിന്ന് സ്വരൂപിച്ച സ്വർണ്ണമായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ മകളുടെയും ഇദ്ദേഹത്തിന്റെ വീട്ടിലെയും അതുപോലെ തന്നെ അനുജന്മാരിൽ നിന്നും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ അടുത്ത കുടുംബാംഗങ്ങളിൽ നിന്നാണ് ഇത്രത്തോളം സ്വർണ്ണങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് ഈ ജിന്നും ഇവരെങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഒരു ഹണി ട്രാപ്പ് കേസിൽ ഉൾപ്പെടെ പ്രതിയായ ഒരു സ്ത്രീയാണ്. ഇത്തരത്തിൽ നിരവധി പേരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു, നിരവധി പേരിൽ നിന്നും ഇത്തരത്തിൽ തട്ടിപ്പെടുത്തിയ. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വിവരം? ജിന്നുമ എന്ന് പറയുന്ന ഈ സ്ത്രീ അവർക്ക് പ്രത്യേക അമാനുഷിക കഴിവുണ്ട് എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചിട്ടാണ് ഇത്തരം തട്ടിപ്പുകളിലേക്ക് അവർ നീങ്ങിയത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇത് ഗഫൂർ ഹാജി പോലുള്ള പല ആൾക്കാരും ഈ ജിന്നുമയുടെ ഇരയായി മാറിയത്. അപ്പോൾ ഈ ഗഫൂർ ഹാജിയെ പോലുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഇപ്പം പുറത്തു വന്നിട്ടുള്ളെങ്കിലും ഒരുപാട് ആൾക്കാരെ ഈ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ട്. പല ആൾക്കാരും പല രീതിയിൽ അവരുടെ പുറത്തു കൊണ്ടുവരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് തട്ടിപ്പുകൾ നടത്തിയ സ്ത്രീയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2014 ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായ സ്ത്രീയാണ് ഈ ജിന്നുമ എന്ന്. നിങ്ങൾ ആക്ഷൻ കമ്മിറ്റി തുടക്കത്തിൽ ഇവരെ സംശയിച്ചിരുന്നു, ഇവർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്തൊക്കെയാ ഇവർ തട്ടിപ്പ് നടത്തുന്നുണ്ട്? ഈ സ്വർണ്ണ തട്ടിപ്പല്ലാതെ ഈ മന്ത്രവാദം, മറ്റ് നിധി കണ്ടെത്തുക, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ? ഭൂമിന്റെ അടിയിൽ നിന്ന് നിധി കുഴിച്ചെടുക്കുക, ഇത്തരത്തിൽ രീതിയിലുള്ള പല തട്ടിപ്പുമാണ് നടത്തിയിരുന്നത്. ഗഫൂർ ഹാജിയുടെ കൊലപാതകം നടന്നതിന് ശേഷം പൂച്ചക്കാട് ജമാഅത്ത് കമ്മിറ്റി ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ആ ആക്ഷൻ കമ്മിറ്റി വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഇന്ന് ഈ സന്തോഷ വാർത്ത നമുക്ക് ഈ പ്രതികളിലേക്ക് നമുക്ക് കൃത്യമായിട്ട് എത്താൻ സാധിച്ചതും അതുപോലെ തന്നെ ഇപ്പം അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അവരുടെ അഭിനന്ദനാർഹമായ പ്രവൃത്തി മൂലമാണ് ഇത്തരത്തിൽ നമ്മൾ ഇന്ന് ഇവരെ അറസ്റ്റ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളിലേക്ക് നടപടിക്രമങ്ങളിലേക്കും കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത് 1.5 വർഷത്തോളം വൈകി? കാരണം തുടക്കത്തിൽ തന്നെ ആക്ഷൻ കമ്മിറ്റി പറയുന്നുണ്ടായിരുന്നു ഇതൊരു കൊലപാതകമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയെന്ന് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്? കാരണം ആദ്യം അന്വേഷിച്ചത് ബേക്കൽ പോലീസാണ്. ആ ബേക്കൽ പോലീസ് വേണ്ട രീതിയിൽ ഈ അന്വേഷണത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പിന്നീട് ആക്ഷൻ കമ്മിറ്റി ചെലുത്തിയ പല പ്രവർത്തനങ്ങൾക്കും പല വിധേയമായ കുറെ കാര്യങ്ങളിലും ഭാഗമായിട്ടാണ് ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഗഫൂർ ഹാജിയുടെ ഉമ്മ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നും ആക്ഷൻ കമ്മിറ്റിയുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറിയതും ഇത്ര പെട്ടെന്ന് തന്നെ അവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. ഈ ജിന്നുമ്മ ഏത് രീതിയിലായിരുന്നു? നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞിരുന്നു, കേട്ടിരുന്നു, വലിയ തോതിൽ ആഡംബര ജീവിതമാണ്, വലിയ വീടുമൊക്കെ. അങ്ങനെ സംശയം ഉണ്ടാകും പോലീസ് ഇവരെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യണില്ല. സ്വാഭാവിക ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നില്ല? തീർച്ചയായിട്ടും സാധാരണ ഇതിൽ പ്രത്യേകിച്ച് ഒരു ജോലിയോ തൊഴിലോ ഇല്ലാത്ത ഒരു സ്ത്രീയും അവരെ ഭർത്താവും ഇത്ര ആഡംബര രീതിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അവരെ വരുമാന സ്രോതസ് എന്നുള്ളത് കണ്ടെത്ത ഉത്തരവാദിത്തം പോലീസിനായിരുന്നു. അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിരുന്നു. പക്ഷെ അവരെ വേണ്ട രീതിയിൽ ഗൗരവത്തിലെടുത്തില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കൊലപാതകം എന്തിന് ഈ കൊലപാതകം നടത്തി, എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത്? തീർച്ചയായിട്ടും കൊലപാതകം തന്നെയാണ്. ഞങ്ങൾ തുടക്കത്തിൽ വിശ്വസിച്ചതുപോലെ തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇദ്ദേഹത്തെ അന്നത്തെ ദിവസം, ഇദ്ദേഹം മരണപ്പെടുന്ന ദിവസം അദ്ദേഹത്തെ ഭാര്യയെയും മക്കളെയും ഇദ്ദേഹം വേറെ വീട്ടിലേക്ക് മാറ്റിയിരുന്നു. അതിനുശേഷമാണ് അന്നത്തെ ദിവസം CCTV ഓഫായിരുന്നു. ഇതൊക്കെ പിന്നെ ഈ അന്വേഷണ ഭാഗമായിട്ട് വരേണ്ടതായിരുന്നു. ഇതാണ് നമുക്ക് കൂടുതൽ സംശയം അതിലേക്ക് എത്തിച്ചത്. ടോമെ, ഈ കേസിൽ പോലീസ് പറയുന്നത് പ്രധാനമായും ഇയാളിൽ നിന്നും പല ആളുകളിൽ നിന്നായി സ്വരൂപിച്ച സ്വർണം ഇരട്ടിപ്പിക്കാമെന്നും പറഞ്ഞ് ഇത്തരത്തിൽ വാങ്ങുകയും പിന്നീട് അത് നൽകാതിനെ തുടർന്ന് ഈ ഹാജി തിരിച്ച് ഈ സ്വർണം ചോദിച്ചപ്പോൾ ഏറ്റവും ഒടുവിലായ ഒരു മന്ത്രവാദം നടത്താറുണ്ട്. ആ മന്ത്രവാദത്തിൽ ഈ സ്വർണം ഇരട്ടിക്കും എന്ന് വീണ്ടും വിശ്വസിപ്പിച്ചു. അതേ തുടർന്ന് ഒരു ദിവസം തെരഞ്ഞെടുക്കുകയും ആ ദിവസം വീട്ടിൽ ആരും ഉണ്ടാകാൻ പാടില്ല എന്ന് ഇവർ നിർദ്ദേശം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അത് വിശ്വസിച്ച് ഈ ഗഫൂർ ഹാജി കുടുംബത്തെ അവരുടെ ബന്ധുവീടുകളിലേക്ക് പറഞ്ഞേക്കുകയാണ് ഉണ്ടായത്. അന്ന് രാത്രി ഇവർ 4 പേരും ഈ വീട്ടിലെത്തി മന്ത്രവാദം നടത്തുന്നെന്ന് വ്യാജേനെത്തി ഈ ഗഫൂർ ഹാജിയെ ഈ തല ചുമരിനടിച്ച് വളരെ മൃഗീയമായി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും അതൊരു ഈ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യമാസമായിരുന്നു, റംസാൻ മാസമായിരുന്നു, നോമ്പ് നോൽക്കുന്ന ഒരു മാസമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിൽ സംശയം തോന്നാത്തതുകൊണ്ട് കുടുംബം തിരിച്ചെത്തിയപ്പോൾ വീട്ടിൽ മരിച്ച നിലയിലാണ് അദ്ദേഹത്തെ കണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ കബറടക്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും അത്തരത്തിൽ കബറടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്.
പിന്നീട് ഇപ്പോൾ നമ്മൾ സംസാരിച്ച മോഹജർ ഉൾപ്പെടെയുള്ള ഈ പൂച്ചക്കാട് ജമാഅത്ത് മസ്ജിദ് അവർ ആ ഒരു സംഘം ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ശക്തമായ സംശയമുണ്ട് എന്ന് പറഞ്ഞ് ശക്തമായ പ്രതിഷേധ പരിപാടികൾ രംഗത്ത് വന്നതോടുകൂടിയാണ് വീണ്ടും ആ മൃതദേഹം ഇത്തരത്തിൽ പുറത്തേക്കെടുക്കുകയും അത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന നടപടികളിൽ കടക്കുകയും ചെയ്യുമായിരുന്നു. അതാണ് നിർണായകമായത്. ആ പോസ്റ്റ്മോർട്ടത്തിൽ തലക്ക് ഏറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് കണ്ടെത്തുകയും പിന്നീട് ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കുകയും ചെയ്യായിരുന്നു. ഇതാണ് ഇതിൽ ഏറ്റവും വഴിത്തിരിവായത്. തുടക്കത്തിൽ തന്നെ ഈ ജിന്നുമ്മയെ നാട്ടുകാർക്കെല്ലാം സംശയമുണ്ടായിരുന്നു. ജിന്നുമ്മ ചില്ലറക്കാരിയല്ല, വലിയ തോതിൽ ഭീഷണിപ്പെടുത്തുന്ന പല ആളുകളും ബൈജു, ഈ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ പോലീസ് ഏതെങ്കിലും രീതിയിൽ ഒരു അലംഭാവം കാണിച്ചതായി ആക്ഷൻ കമ്മിറ്റിക്ക് ഒരു ആക്ഷേപമുണ്ടോ? കാരണം നേരത്തെ അവർ തന്നെ സൂചിപ്പിച്ചു ഈ ഗഫൂർ ഹാജിയുടേത് ദുരൂഹ മരണമാണ് എന്ന് പോലീസിനോട് പറഞ്ഞു, തെളിവുകൾ പറഞ്ഞു, ഈ ജിന്നുമ്മയെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറി, ജിന്നുമ്മയെ സംശയമുണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല ഇവരുടെ സാമ്പത്തിക വളർച്ചയടക്കം കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ കേസ് അന്വേഷണം അല്ലെങ്കിൽ ഈ പ്രതികളിലേക്ക് അന്വേഷണം എത്താൻ ഇത്രയും വൈകിയെന്ന ചോദ്യം വീണ്ടും ഉയരുന്നുണ്ട്. അത്തരമൊരു ആക്ഷേപം ആക്ഷൻ കമ്മിറ്റിക്കുണ്ടോ? ഈ പ്രതികളെ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കാനുള്ള ഏതെങ്കിലും നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ബൈജു? തീർച്ചയായും ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആക്ഷൻ കമ്മിറ്റി നേരത്തെ തന്നെ വ്യക്തമാക്കിയാണ്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ ഇവർ നിവേദനം നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഏതെങ്കിലും തരത്തിൽ വലിയ അന്വേഷണമൊന്നും ഉണ്ടായില്ല. ഈ പോലീസ് അന്വേഷണം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത് വലിയ പ്രതിഷേധം ഈ ആക്ഷൻ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നു. തുടർന്നാണ് ഈ ജില്ലാ ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറുന്നതും പിന്നീട് ക്രൈംബ്രാഞ്ച് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇതുൾപ്പെടെ ഉള്ള എല്ലാ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതികളിലേക്ക് എത്തിയത്. ഏതായാലും നമുക്ക് ആക്ഷൻ കമ്മിറ്റിയുടെ ആ ഒരു കാര്യം കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ തുടക്കത്തിൽ ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് അപ്പോഴും നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഈ കേസിൽ ഈ ജിന്നുമ്മ ഉൾപ്പെടെ ചോദ്യം ചെയ്യണം, അവരാണ് ഇതിന് പിന്നിലെന്ന്. ആ അന്വേഷണം അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പരാതി ഉണ്ടായിരുന്നു? നമുക്ക് തൃപ്തികരമല്ല എന്നുകൊണ്ട് നിരന്തരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാക്കിയ ആക്ഷൻ കമ്മിറ്റി ചെലുത്തിയ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ക്രൈംബ്രാഞ്ചിന് ഇത് 1.5 വർഷത്തോളം നമുക്കറിയാം വലിയൊരു കേസാണ്. 600 പവനൊക്കെ. അതുമാത്രമല്ല നിരവധി പേരിൽ നിന്നും ഇത്തരത്തിൽ പണം കവർന്നിട്ടുണ്ട്. അത് പലരും പുറത്തു പറയാൻ മടിച്ചുകൊണ്ട് തന്നെ പരാതിയുമായി രംഗത്ത് വരാൻ സാഹചര്യമുണ്ട്. ഇത്ര വലിയൊരു കേസായിട്ടും എന്തുകൊണ്ടായിരിക്കും ഇത് 1.5 വർഷത്തോളം ഇപ്പൊ നീണ്ടെന്നാണ് കരുതുന്നത്? അത് ആ തുടക്കത്തിൽ അന്വേഷിച്ച ബേക്കൽ പോലീസിന്റെ ഉദാഹരണസ്ഥിതിനെ കൊണ്ട് മാത്രമാണ് ഇത് ഇഴങ്ങി നീങ്ങിയത്. അത് മാത്രമല്ല വിചിത്രമായ ഒരു കാര്യം, ഈ പ്രതിയെന്ന് സംശയിക്കപ്പെട്ടിരുന്ന ഈ ജിന്നുമ എന്ന ഷെമീനെ ആക്ഷൻ കമ്മിറ്റിയെ നേരിട്ട് ചോദ്യം ചെയ്യാൻ വിളിച്ച് വിചിത്രമായ നാട്ടിൽ കേൾവി ഇല്ലാത്ത ഒരു കാര്യം കൂടി ഞങ്ങൾ നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി ആക്ഷൻ കമ്മിറ്റി 10-15 അംഗം നേരിട്ട് ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആൾക്ക് ചോദ്യം ചെയ്യാനുള്ള സൗകര്യം പോലീസ് ഏർപ്പെടുത്തിയിരുന്നത് കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് നിങ്ങളുടെ സംശയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള നടപടിയെ മുമ്പോട്ട് പോകുന്നത്. അവർ അങ്ങനെ നേരിട്ട് ചോദ്യം ചെയ്തതാണ് നിങ്ങൾ പറയുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ 15 പേരെ ബേക്കൽ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി, ഇതാണ് പ്രതി എന്ന് സംശയിക്കുന്ന ജിന്നുമ, നിങ്ങൾ എന്നെ ചോദ്യം ചെയ്തോളൂ, ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതിന് വരുന്നൊന്നും ലഭിക്കുന്നില്ല, അതിന് നിങ്ങൾ നേരിട്ട് ചോദ്യം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ഒരു നടപടിയായിട്ട് വരുമ്പോഴാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഇതെന്താണ് എന്ന് ഇഴങ്ങി പോകുന്നത്. അങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ നടന്നോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവരെന്താണ് നിങ്ങളോട് പറഞ്ഞത്? അന്ന് ഞങ്ങൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ 10-15 പേര് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ കൺവീനർ ഉൾപ്പെടെയുള്ള 10-15 ആൾക്കാർ അവിടെ പോയി ഈ ജിന്നുമ എന്ന് പറയപ്പെടുന്ന ആൾക്കാർ നേരിട്ട് ചോദ്യം എങ്ങനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുക, ഒരു സ്ത്രീയെ എങ്ങനെയാണ് ആണുങ്ങൾ എന്ന രീതിയിൽ ചോദ്യം ചെയ്യാന്നുള്ളത് പോലീസ് തന്നെ പോലീസ് ചെയ്യേണ്ട കാര്യം ഞങ്ങളോട് ചെയ്യാൻ പറ്റുന്ന വിചിത്രമായ സംഭവം ഉണ്ടായിരുന്നു. അവരെന്തായിരുന്നു മറുപടി പറഞ്ഞത്? നിങ്ങൾ അങ്ങനെ ചോദ്യം ചെയ്യൽ നടന്നോ? അവർ പറയുന്നത് ഞങ്ങൾ ചോദിച്ചിട്ട് പോലീസിന്റെ ഭാഗത്ത് ചോദ്യം ചെയ്തുകൊണ്ട് നമുക്ക് ഒരു മറുപടിയും കിട്ടുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ നേരിട്ടിട്ട് ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ ചോദ്യം ചെയ്തോളൂ എന്നുള്ളത്. ടോമെ, വളരെ വിചിത്രമായ വാദമാണ്. നമുക്ക് അറിയാം, കേരളത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. ഒരു പോലീസ് സ്റ്റേഷനിലെത്തിയ ഒരു സംശയിക്കുന്ന ആളെ ഇവരുടെ ആക്ഷൻ കമ്മിറ്റി പരാതിക്കാർ നിങ്ങൾ ചോദ്യം ചെയ്തോളൂ, നമുക്ക് ചോദ്യം ചെയ്താൽ ഉത്തരം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യം പോലും ഉണ്ടായി എന്നാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. അങ്ങനെയെങ്കിൽ വളരെ ഗൗരവമുള്ള ഒരു സംഭവം തന്നെയാണ് ഇത്. ഏതായാലും
ഇപ്പോൾ ഇവർക്ക് വലിയ ആശ്വാസമായി. ഈ പ്രദേശത്തൊക്കെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേരിൽ നിന്നും ഇത്തരത്തിൽ പണം ഇതിനുശേഷവും ഇവർ തട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്തരത്തിൽ പുതിയ പുതിയ ഇടങ്ങളിലേക്ക് ഇവർ എത്തി. കൊളവയൽ, മുട്ടുന്തല, കാസർഗോഡ് ഇങ്ങനെ പല മേഖലകളിൽ നിന്നും ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വലിയ മന്ത്രവാദവും ഹോമവും ഒക്കെ നടത്തി വീട്ടിനകത്ത്, അതായത് നമ്മുടെ സ്വന്തം വീടുകളിലേക്ക് ഇവർ എത്തും. ആ സമയത്ത് ആ വീട്ടുകാരൻ മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറയും. അവരുടെ സ്വർണം അത് ചെറിയ സ്വർണമെന്നല്ല, 100ഉം 200ഉം പവനാണ്. ആ അത്തരത്തിൽ വലിയ സ്വർണം ഇവർ ഒരു സ്ഥലത്ത് കുഴിച്ചിടാൻ പറയും. കുഴിച്ചിട്ടതിന് ശേഷം ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ തുറന്നു നോക്കുമ്പോൾ അത് ഇരട്ടിയായിട്ടുണ്ടാവുമെന്നാണ് ഇവർ പറയാറുള്ളത്. അതിനിടയിൽ തന്നെ ഈ സ്വർണം ഇവർ കൈക്കലാക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ഈ നാണക്കേട് ഭയന്ന് പലരും പരാതിയുമായി രംഗത്ത് വരാത്ത സാഹചര്യമാണ് ഉണ്ടായെന്നാണ് നമുക്ക് നേരത്തെ തന്നെ അത് മനസ്സിലാക്കിയത്. നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. അതോടുകൂടി പിന്നീട് ഈ ഒരു ഗഫൂർ ഹാജി മരണപ്പെട്ടതോടുകൂടിയാണ് ഇതെല്ലാം പുറത്തു വരുന്നതും ഇവരെ കുറിച്ചുള്ള ഈ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ആരോപണം പുറത്തു വരുന്നതും. അപ്പോഴും ഏതെങ്കിലും തരത്തിൽ കുറ്റം സമ്മതിക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല. ഇവർ സമൂഹത്തിനിടയിൽ തന്നെ ജീവിക്കുകയായിരുന്നു. ഇവരും ഇവരുടെ ഭർത്താവും ഇവരുടെ സഹായം ഉൾപ്പെടെയുള്ള ഈ സംഘം സമൂഹത്തിൽ ഇത്തരത്തിൽ വലിയ തോതിൽ തട്ടിപ്പ് നടത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഹണി ട്രാപ്പിൽ ഉൾപ്പെട്ട ഒരു പ്രതി ഇത്തരത്തിൽ വലിയ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പാത്തൂട്ടി എന്ന പേരിൽ ആണ് ഇവർ ഉറഞ്ഞു തുള്ളുന്നത്, മന്ത്രവാദിനിയായി മാറുന്നത്. അങ്ങനെ ആഭിചാരക്രിയകൾ നടത്തി പണവും സ്വർണവും നിരവധി പേരിൽ നിന്ന് തട്ടിയെടുത്തായി പറയുന്നുണ്ട്. 2014 ഹണി ട്രാപ്പ് കേസിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവരുടെ ഈ ഒരു പശ്ചാത്തലം അതീവ ഗൗരവത്തോടെ പോലീസ് പരിശോധിക്കേണ്ടതല്ലേ? ഈ ഗഫൂർ ഹാജിയെ കൂടാതെ മറ്റാരെങ്കിലും ഈ സമാനമായ രീതിയിൽ വകവരുത്തിയിട്ടുണ്ടോ? മാത്രമല്ല, ഈ സംഭവത്തിന് പിന്നാലെ ഇവരുടെ തട്ടിപ്പിനിരയായ കൂടുതൽ ആരെങ്കിലും പരാതിയുമായി ഇപ്പോൾ പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ ബൈജു? ഇവർക്കെതിരെ നിരവധി പരാതി ഉണ്ട് ടോം. അത് ഈ രീതിയിലാണ്, അതായത് ഇവർ ഒരു പ്രത്യേക സ്വഭാവത്തിൽ പ്രത്യേക രീതിയിലാണ് ഈ നമുക്ക് ഇവരെ എങ്ങനെയാണ് ഈ മന്ത്രവാദം നടത്തുന്നത്, ആ രീതികളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷൻ കമ്മിറ്റി മനസ്സിലായിരുന്നു? അതായത് ഉറഞ്ഞു തുള്ളുന്നതൊക്കെയാണ് നമ്മൾ കേട്ടത്. എന്താണ് നിങ്ങൾക്ക് ആ രീതിയിൽ പല തകിടുകൾ ഉപയോഗിച്ചിട്ടുള്ള മന്ത്രവാദം, ഈ സ്വർണം ഭൂമിയിൽ നിന്നുള്ള കുഴിച്ചെടുക്കുന്നുള്ള രീതിയിലുള്ള മന്ത്രവാദം, അതുപോലെ തന്നെ സ്വർണം ഇരട്ടിപ്പിക്കൽ എന്നുള്ള രീതിയിലുള്ള മന്ത്രവാദമൊക്കെയാണ് ഇവർ പിന്തുടർന്ന് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഗഫൂർ ഹാജി മരണപ്പെട്ടതുകൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം പുറത്തു വന്നത്. കൂടുതൽ പേർ ഇവരുടെ ഇത്തരത്തിൽ മരണം ഏതെങ്കിലും ഇത്തരത്തിൽ കൊലപാതകം നടത്തിയത് കാരണം ചുമരിനിടിച്ച് കൊലപ്പെടുത്തി. വളരെ ക്രൂരമായ ഒരു കൊലപാതകമാണ്. അത്തരത്തിൽ നമ്മളിപ്പോൾ സംശയിക്കുന്നുണ്ടോ? ഇനി കൂടുതൽ അന്വേഷണം വേണമെന്ന് ആക്ഷൻ കമ്മിറ്റി പറയുന്നുണ്ടോ? തീർച്ചയായും ഞങ്ങൾ CBI അന്വേഷണമാണ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നത് അവർ സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ചിനെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അവർ അന്വേഷണം ഇനിയും ഈ 4 പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ ആസൂത്രണമായ കൊലപാതകം. ഇനിയും ഒരുപാട് പ്രതികൾ ഇതിനകത്ത് വരാനുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതിന്റെ അന്വേഷണം നല്ല രീതിയിൽ ഇനിയും പുരോഗമിക്കുന്ന ഉറച്ച വിശ്വാസം ആക്ഷൻ കമ്മിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ നല്ലവരായ പൂച്ചക്കാട് സ്വദേശികൾ ഇതിനൊപ്പം നിൽക്കുന്നുണ്ട്. എല്ലാവരെയും സഹായ സഹകരണം കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ പ്രതികളെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ടോമെ, അത് തന്നെയാണ് ഇപ്പോൾ ടോമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ സംശയിക്കുന്നുണ്ട് ഇത്തരത്തിൽ മറ്റു കൊലപാതകം. കാരണം ഈ കൊലപാതകം നടത്തി ഒരു കൂസലുമില്ലാതെയാണ് അവർ സമൂഹത്തിനിടയിൽ ഇപ്പോഴും ഇത് കഴിഞ്ഞ 1.5 വർഷത്തോളം അവർ ജീവിച്ചത്. വെല്ലുവിളിച്ചും ഭീഷണിപ്പെടുത്തുമൊക്കെ. ഒരു ഘട്ടത്തിൽ ന്യൂസ് 18 ഈ വാർത്ത ആദ്യം ഈ ഗഫൂർ ഹാജിയുടെ മരണം അത് ദുരൂഹത അത് സംബന്ധിച്ച് ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് 18 ആണ്. മുഹാജിർ തന്നെയാണ് അന്ന് നമുക്ക് ബൈറ്റ് തന്നതും. അപ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. മാത്രമല്ല ആക്ഷൻ കമ്മിറ്റിക്കെതിരെ വലിയ തോതിലുള്ള ഭീഷണി ഉണ്ടായിരുന്നു ഈ സ്ത്രീയുടെ ഭാഗത്ത് നിന്നും. അത്തരത്തിൽ വെല്ലുവിളിച്ചും ഭീഷണിപ്പെടുത്തിയും ഒക്കെ ഉണ്ടായ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ വലിയ ദുരൂഹത ഇവരെ ചുറ്റിപ്പറ്റി, ഇവരുടെ വീടിനെ ചുറ്റിപ്പറ്റി ഒക്കെ ഉണ്ട്. അതൊക്കെ അന്വേഷിക്കണം എന്ന് തന്നെയാണ് കുടുംബം ഇപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റിയും കുടുംബവും ഒക്കെ പറയുന്നത്. ഏതായാലും മകനാണ് സംശയം തോന്നി ബേക്കൽ പോലീസിൽ പരാതി നൽകിയത്. ബേക്കൽ പോലീസ് തുടക്കത്തിൽ അന്വേഷിച്ച കേസ് പിന്നീട് ആക്ഷൻ കമ്മിറ്റിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് ക്രൈം ഡിറ്റാച്ച്മെന്റിന് ഇത് മാറുകയും പിന്നീട് 1.5 വർഷത്തിന് ശേഷം ഇപ്പോൾ ഈ അറസ്റ്റിലേക്കുമൊക്കെ കാര്യങ്ങൾ വരുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാസർകോട്ടെ ജ്വല്ലറിയിൽ ആ സമയത്ത് ഈ സ്വർണം വിൽപ്പന നടത്തി. അവിടെ നിന്നും കുറച്ച് സ്വർണങ്ങൾ ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. മറ്റ് സ്വർണങ്ങൾ കണ്ടെടുക്കാനുള്ള പോലീസിന്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ മറ്റ് തട്ടിപ്പുകളൊക്കെ അറിയേണ്ടതുണ്ട്. പലരും നാണക്കേട് കൊണ്ടാണ് പരാതിയുമായി രംഗത്ത് വരാതെ. ഇവർക്കെതിരെ നിരവധി പരാതികൾ നേരത്തെ തന്നെ ഉണ്ട്. പല സ്റ്റേഷനുകളായി പണം തട്ടിയതും ഇത്തരത്തിൽ പല തട്ടിപ്പ് കേസുകളിൽ പരാതിയുണ്ട്. അത് കൂടാതെ വലിയ തട്ടിപ്പ് ഇത്തരത്തിൽ നാണക്കേട് കൊണ്ട് പുറത്തു വരാത്തതുണ്ട്. അത്തരം
കേസുകൾ ഇനി ഇവർ കുറ്റം സമ്മതിക്കും. ഏതായാലും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാസർകോട്ടെ ജില്ലറിൽ എത്തിച്ച് ഇവരെ ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നു. ഇന്ന് വൈകിട്ടോടുകൂടി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ഇവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. അത്രത്തോളം വലിയൊരു ക്രിമിനലാണ് ഇവരുടെ സംഘം. ഈ കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ KV ബൈജു ഉൾപ്പെടുന്ന ന്യൂസ് 18 സംഘത്തിന് നേരെ ജിന്നുമ്മയുടെയും പ്രതികളുടെയും ഭാഗത്തു നിന്ന് നേരത്തെ ഭീഷണി വരെ ഉണ്ടായതാണ്. എത്രത്തോളം ആസൂത്രിതമായിട്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് തന്നെയാണ് ഈ ഒരു കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. കാരണം 1.5 വർഷത്തിന് ശേഷമാണ് ഗഫൂർ ഹാജിയുടെ കൊലപാതക കേസിന്റെ ചുരുളഴിയുന്നത്. 2023 ഏപ്രിലായിരുന്നു ജിന്നുമ്മയും ഭർത്താവും സഹായികളും ചേർന്ന് പണവും സ്വർണവും തട്ടിയെടുക്കാൻ വേണ്ടി പ്രവാസി വ്യവസായിയായ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയത്.